സൗദിയിൽ ഗാർഹിക തൊഴിലാളി നിയമത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയ കരട് നിയമവുമായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം രംഗത്ത്. ഇസ്റ്റില പ്ലാറ്റ്ഫോം വഴി പുറത്തിറക്കിയ നിയമത്തിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ കൂടുതൽ സുതാര്യവും ചൂഷണം തടയുന്നതിനുള്ള കർശന വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം 21 വയസ്സിൽ താഴെയുള്ളവരെ ഗാർഹിക ജോലികൾക്ക് നിയമിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. തൊഴിൽ കരാറുകൾ നിർബന്ധമായും അറബിയിലായിരിക്കണം. തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന മാതൃഭാഷയിലും വിവർത്തനവും കരാറിൽ ഉൾപ്പെടുത്തണം. 90 ദിവസത്തെ പ്രൊബേഷൻ കാലയളവിൽ ഇരുപക്ഷത്തിനും കരാർ റദ്ദാക്കാനുള്ള അവസരവും അനുവദിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ആരോഗ്യം മുൻനിർത്തി ജോലി സമയം ദിവസേന 10 മണിക്കൂറായി പരിമിതപ്പെടുത്തി. ഓരോ 5 മണിക്കൂറിന് ശേഷവും വിശ്രമം നിർബന്ധമാക്കിയതോടൊപ്പം തുടർച്ചയായ 8 മണിക്കൂർ രാത്രി വിശ്രമവും ആഴ്ചയിൽ 1 ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയും ഉറപ്പാക്കി. അധിക ജോലിക്ക് പ്രത്യേക വേതനം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. വേതനം മന്ത്രാലയം അംഗീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രം നൽകണം. ശമ്പളത്തിൽ നിന്ന് 4/1 തുക കുറയ്ക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കില്ല. കൂടാതെ വർഷത്തിൽ 30 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ രോഗാവധിയും നിയമം ഉറപ്പു നൽകി. അന്യായമായി കരാർ അവസാനിപ്പിച്ചാൽ 2 മാസത്തെ ശമ്പളം വരെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. കരാർ റദ്ദാക്കൽ സംബന്ധിച്ചും വ്യക്തമായ വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലുടമയുടെ പീഡനമോ കരാർ ലംഘനമോ ഉണ്ടായാൽ തൊഴിലാളികൾക്ക് നിയമപരമായി ജോലി അവസാനിപ്പിക്കാം. മറുവശത്ത് തൊഴിലാളി ഗുരുതരമായ തെറ്റ് ചെയ്താൽ തൊഴിലുടമയ്ക്ക് നടപടിയെടുക്കാൻ അധികാരമുണ്ട്. തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ആദ്യം മന്ത്രാലയത്തിന് കീഴിലുള്ള അനുരഞ്ജന സമിതിയിലാണ് പരാതി നൽകേണ്ടത്. അവിടെ പരിഹാരമായില്ലെങ്കിൽ മാത്രമേ ലേബർ കോടതിയെ സമീപിക്കാവൂ. കരാർ അവസാനിച്ച് 12 മാസം പിന്നിട്ട പരാതികൾ കോടതിയിൽ സ്വീകരിക്കില്ല. കരാർ അവസാനിക്കുമ്പോൾ സർവീസ് സർട്ടിഫിക്കറ്റും രേഖകളും സൗജന്യമായി നൽകണം. തൊഴിലാളി മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവും തൊഴിലുടമ വഹിക്കണം. ഗാർഹിക തൊഴിൽ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.